ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും എന്ന സിലബസിലെ മുൻകാല PSCയിൽ നിന്നുള്ള ഒരു 5 ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. അപ്പോൾ ഈ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ആ ഒരു സിലബസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടിരിക്കുന്ന ഓപ്ഷൻ നോക്കിയാൽ തന്നെ മാക്സിമം എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ കിട്ടിയില്ല വയ്ക്കുക, നിങ്ങൾ ഇങ്ങനെയുള്ള ഇതിൽ ഒരിക്കലും ആ ക്വസ്റ്റ്യൻ വിടരുത്. ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനുകൾ നോക്കിയിട്ട് ആ ഓപ്ഷനുകൾ സോൾവ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ തന്നിരിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറയാൻ ഇതിൽ പറ്റും. അതാണ് ഈ ഒരു സിലബസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഈസി ആയിട്ടുള്ള ഒരു സിലബസാണ്. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ പറയാൻ പറ്റുന്ന സിലബസാണ് ഇത്. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, മാത്സും അതുപോലെ തന്നെ ഈ മാനസിക ശേഷി നിരീക്ഷണ പാഠവ പരിശോധനയും, ഇവയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാനുള്ള കഴിവ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ ഈ സിലബസ് ഈസി ആകുകയും ചെയ്യും. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നതാണ് മുഖ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുകയാണ്, 2, 3, 5, 7 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏത്? അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. 2, 3, 5, 7 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏത്? ഈ സംഖ്യാശ്രേണി എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47 എന്നിങ്ങനെയാണ്. അപ്പോൾ ഇതിൽ എത്ര സംഖ്യകളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അപ്പോൾ 1 മുതൽ 50 വരെ 15 എന്തുണ്ട്? 15 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 1 മുതൽ 50 വരെ 15 അഭാജ്യ സംഖ്യകളുണ്ട്. അതുപോലെ 50നും 100നും ഇടയിൽ എത്ര സംഖ്യകളാണ് ഉണ്ടാവുക? 50നും 100നും ഇടയിൽ 10 അഭാജ്യ സംഖ്യകൾ, 1നും 50നും ഇടയിൽ 15 അഭാജ്യ സംഖ്യകൾ. അപ്പോൾ 1നും 100നും ഇടയിൽ എത്രയാണ്? 25 അഭാജ്യ സംഖ്യകളുണ്ട്. ഇതും നിങ്ങൾ കാണാണ്ട് പഠിക്കുക. 1 മുതൽ 50 വരെ 15 അഭാജ്യ സംഖ്യകൾ, 50 മുതൽ 100 വരെ 10 അഭാജ്യ സംഖ്യകൾ, ടോട്ടൽ 25 അഭാജ്യ സംഖ്യകളുണ്ട്. ഇതാണ് അഭാജ്യ സംഖ്യയുടെ സീരീസ് എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. ഒന്നും കൂടി പറയാം, ചിലപ്പോൾ ഓപ്ഷൻ അതിൽ 1 കൂടി തരും. 1, 2, 3, 5 എന്നൊക്കെ തന്നാൽ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് അത് 2 ആണ്. അതോർത്ത് വയ്ക്കുക. ഒരേ ഒരു ഇരട്ട സംഖ്യയായിട്ടുള്ള അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സംഖ്യാശ്രേണി തന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സംഖ്യാശ്രേണി ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അഭാജ്യ സംഖ്യകളുടെ സീരീസ് ആണ് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അഭാജ്യ സംഖ്യകളുടെ സീരീസ് ഇങ്ങനെയാണ് വരുന്നത്. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയും അതുപോലെ ഒന്നുമല്ലാതെ വേറൊരു സംഖ്യ കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യകളെയാണ് അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 2 = 0, 3 = 3, 4 = 6, 5 = 9 എന്നാൽ 7 എത്ര? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. 2 = 0, 3 = 3, 4 = 6, 5 = 9. അപ്പോൾ ഇത് നോക്കുക, ഇവിടെ 2, 1, 3, 3, 1, 4, 4, 1, 5 കറക്റ്റായിട്ട് സീരീസ് ആയിട്ട് പോകുന്നു. ഇനി ഇവിടെ നോക്കിയാലോ, 0 + 3, 3, 3, 3, 6, 6, 3, 9. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? ഈക്വൽറ്റിൻ്റെ അപ്പുറത്ത് പോവുക, ഈക്വൽറ്റിൻ്റെ അപ്പുറത്ത് 12, 5ൻ്റെത് 6 പോകും. നമ്മുടെ എത്ര ചോദിച്ചിരിക്കുന്നത്? 7 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തത് 7, ഇവിടെ എത്ര വരും? 15 വരും. അപ്പോൾ 15 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ?
അപ്പോൾ നമ്മൾ നോക്കി 2, 3, 4, 5. അപ്പോൾ അടുത്തത് 6 പിന്നെ 7 അങ്ങനെ വരും. ഇവിടെയോ ഈക്വൽ ടുവിൻ്റെ വലതുവശത്ത് എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മൾ 3 വീതം വെച്ച് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ 0, 3, 6, 9, 12, 15 എന്നിങ്ങനെയായിരിക്കും ആ സീരീസ് പോകുന്നത്. അപ്പോൾ 7 = 15 ആണ് ഇതിലെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്ലസ് അത് നമ്മളിങ്ങനെ എഴുതി വയ്ക്കും. പ്ലസ് ഗുണനത്തെയും മൈനസ് ഹരണത്തെയും ഇൻറ്റു സങ്കലനത്തെയും മൈനസ് ഹരിക്കൽ മൈനസിനെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 35 × 20 പ്ലസ് 25 ഹരിക്കണം 15 മൈനസ് 5 എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതിൽ ഗുണിത ചിഹ്നങ്ങളെ കറക്റ്റ് ആയിട്ടുള്ള ചിഹ്നങ്ങളായിട്ട് മാറ്റണം. അപ്പോൾ ഇൻറ്റു ഏതിനെ സൂചിപ്പിക്കുന്നത്? പ്ലസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 35 + 20 നമ്മൾ ബ്രാക്കറ്റിൽ തന്നെ ഫസ്റ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതണം. പ്ലസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇൻറ്റുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇൻറ്റു 25 ഹരിക്കണം 25 ഹരിക്കണം ഹരണത്തിന് എങ്ങനെയാണ്? മൈനസ് ആണ്. ഹരണം എന്തിനെ സൂചിപ്പിക്കുന്നത്? മൈനസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാം എഴുതി. മൈനസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സോൾവ് ചെയ്തത് എങ്ങനെയാണ്? ആദ്യം ബ്രാക്കറ്റ് ഉള്ളതെല്ലാം ഫസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എഴുതി 35 + 20 എത്രയാണ്? 55 ഇൻറ്റു 25 - 15 എത്രയാണ്? 10 ഹരിക്കണം 5. അപ്പോൾ എത്ര വരും? ഇത് നമുക്ക് ഇങ്ങനെ എഴുതിയാലും മതി. 5 ഹരിച്ചാൽ 11 വരും. 11 × 10 110. അപ്പോൾ എന്താ ആൻസർ വരിക? 110 ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ തന്നിരിക്കുന്ന ചിഹ്നങ്ങൾ എഴുതുക. യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ രണ്ടാമത് എഴുതുക. ആ ഒരു ഇക്വേഷനെ ആദ്യം എഴുതിയതിന് ശേഷം പിന്നീട് ഈ ചിഹ്നങ്ങളെല്ലാം നമുക്ക് വേണ്ട ചിഹ്നങ്ങൾ യഥാർത്ഥ ചിഹ്നങ്ങളായിട്ട് മാറ്റുക. ഏതിലോട്ടാണ് സൂചിപ്പിക്കുന്നത് വെച്ചാൽ അതിലേക്ക് മാറ്റുക. അതിനുശേഷം അവ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ ബോർഡ് മാസ് റൂൾ യൂസ് ചെയ്യുക. ബോർഡ് മാസ് റൂൾ യൂസ് ചെയ്തിട്ട് വേണം സോൾവ് ചെയ്യാൻ. ബ്രാക്കറ്റുള്ളത് ഫസ്റ്റ് തന്നെ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 32 × 43 = 23 34. 47 × 67 = 74 76 ആയാൽ 13 × 72 എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ കാണാം, നമുക്ക് എന്താ മനസ്സിലാവുന്നത്? നമുക്കിതിപ്പോൾ മാത്സ് ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളൊന്ന് നന്നായി നിരീക്ഷിച്ചാൽ മതി. നമ്മൾ കണ്ടു 32 × 43 എന്തെഴുതി? 73 34 എഴുതി. അതുപോലെ 47 × 67 അതെന്തെഴുതി? 74 76 എഴുതി. അപ്പോൾ നമ്മൾ ഈ സംഖ്യകൾ നന്നായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. 32 ഇവിടെ എന്ത് ചെയ്തു? അതിനെ നേരെ തിരിച്ചിട്ട് 23 ആക്കി. ഇവിടെയുള്ള 43 എന്ത് ചെയ്തു? 43നെ നേരെ തിരിച്ചിട്ട് 34 ആക്കി. എന്നിട്ട് ഇവ തമ്മിൽ യോജിപ്പിച്ചു ഒറ്റ എഴുത്തര്. അത് മാത്രമാണ് ചെയ്യുന്നത്. ഇത് ശരിയാണെന്ന് നമുക്ക് അടുത്തത് ഇതിൽ നോക്കാം. 47 തിരിച്ചിട്ട് എന്താകും? 74 ആകും. 67 തിരിച്ചിട്ട് എന്താകും? 76 ആകും. അപ്പോൾ എന്തായി? ഇതിനെ എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം നേരെ എഴുതിയാൽ മതി. അങ്ങനെയുള്ള കേസിലാണ് വെച്ചാൽ 13 × 72 എന്തായിരിക്കും? 13 × 72 പറയുന്നത് 31. 13 നമ്മൾ ആദ്യം തിരിച്ചിട്ട് 31 ആയി. 72 നമ്മൾ തിരിച്ചിട്ട് 27 ആയി. പിന്നെ അവ ഒരുമിച്ച് എഴുതി 3127. ഓപ്ഷൻ ഡി വരും. ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ മാത്രമല്ല തന്നിരിക്കുകയാണ്. 32 × 43 = എന്ത് ചെയ്യാം? നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് 34 23 എന്ത് ചെയ്യാം? ഈ സംഖ്യനെ ഇവിടേക്കും ഈ സംഖ്യനെ ഇവിടേക്കും കൊടുക്കാം. ഒരു മെത്തേഡ്. പിന്നെ 43 23 അങ്ങനെ തരാം. ഈ സംഖ്യനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? അപ്പുറത്തേക്ക് മാത്രം ഈ സംഖ്യകളെ ഉൾട്ടാ ചെയ്ത് വെക്കാം. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിലോ ഇങ്ങനെ ചെയ്യാം. 32 34 അങ്ങനെ എഴുതിപ്പിക്കാം. അതായത് ഫസ്റ്റ് സംഖ്യനെ അങ്ങനെ തന്നെ ഇട്ടു, രണ്ടാമത്തെ സംഖ്യനെ മാത്രം മാറ്റി ഉൾട്ടാ ചെയ്യുക. അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇത് നമ്മൾ നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാക്കും അതെങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. അതിനനുസരിച്ച് സോൾവ് ചെയ്യുക. അടുത്തത്, ഡാഷ് എന്ന വാക്ക് ഇന്റലിജൻസ് എന്ന വാക്കിൽ നിന്ന് സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിലുള്ള എല്ലാ ലെറ്റേഴ്സും ഈ ഇന്റലിജൻസ് എന്ന തന്നിട്ടുള്ള വാക്കിൽ ഉണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ നോക്കി, നെഗ്ലക്റ്റും ഇന്റലിജൻസും എന്ന വാക്കിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നെഗ്ലക്റ്റിലെ എല്ലാ ലെറ്റേഴ്സും ഇന്റലിജൻസ് എന്ന ലെറ്ററിന് ഉണ്ട്. നെഗ്ലക്റ്റ്, NE ഇവിടെ എഴുതാലോ, NEGLECT, നെഗ്ലക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ജെന്റിൽ ഉണ്ടാക്കാൻ പറ്റില്ല, GENTLE, ജെന്റിൽ ഉണ്ടാക്കാൻ പറ്റും. ഇൻസൈറ്റ്, INCITE, ഇൻസൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. ക്യാൻസൽ, C ഉണ്ട്. A ഉണ്ടോ? ഇതിൽ A എന്ന അക്ഷരമേ ഇല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി നമുക്ക് ഒരിക്കലും ഇന്റലിജൻസ് എന്ന വാക്കിൽ നിന്ന് സൃഷ്ടിക്കുവാൻ കഴിയില്ല. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ക്യാൻസൽ ആണ്. അടുത്തത്, എക്സാമിനേഷനുമായി ഡാഷുമായി ബന്ധമില്ല. എക്സാമിനേഷന് ഡാഷുമായി ബന്ധമില്ല. അപ്പോൾ നോക്കാം, നാഷൻ. നമുക്ക് എക്സാമിനേഷനിൽ നാഷൻ ഉണ്ടോ? ഉണ്ട്. ഇതാണ് നാഷൻ ഉണ്ട്. NATION ഉണ്ട്. എക്സാം ഉണ്ടോ? എക്സാമും ഉണ്ട്. എക്സിറ്റ് ഉണ്ടോ? EXIT, എക്സിറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആക്ഷൻ ഉണ്ടോ? ആക്ഷൻ A ഉണ്ട്. C ഉണ്ടോ? ഈ എക്സാമിനേഷന് C ഉണ്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? ആക്ഷനിന് എക്സാമിനേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇതിനുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, അച്ഛൻ്റെയും മകൻ്റെയും വയസ്സ് തമ്മിലുള്ള അനുപാതം 5:2 ആണ്. 10 വർഷത്തിന് ശേഷം അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണെങ്കിൽ ഇപ്പോൾ മകൻ്റെ പ്രായമെന്ത്? അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാം? അച്ഛൻ്റെ വയസ്സ് A എന്നിടാം, മകൻ്റെ വയസ്സ് M എന്നിടാം. അപ്പോൾ അവർ തമ്മിലുള്ള ആദ്യത്തെ റേഷ്യോ എന്ന് പറയുന്നത് 5:2 ആണ്. 10 വർഷത്തിന് ശേഷം എന്താ? അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിനെ അപേക്ഷിച്ച് 2 ഇരട്ടിയാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ആദ്യം അച്ഛൻ്റെ വയസ്സ് 5 വെച്ചാൽ മകൻ്റെ വയസ്സ് 2 ആയിരിക്കും. അപ്പോൾ ആദ്യം അച്ഛൻ്റെയും മകൻ്റെയും വയസ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 5:2 ആണ്. അപ്പോൾ A/M എന്ന് പറയുന്നത് 5/2 എന്ന് എഴുതാം. അതിൽ നിന്നും A എന്ന് പറയുന്നത് എത്രയാണ്? 5/2M എന്ന് നമുക്ക് കിട്ടിയല്ലോ. ഇനി 10 വർഷത്തിന് ശേഷം, അതായത് അച്ഛൻ്റെ വയസ്സിന് A എന്ന് പറഞ്ഞാൽ അതിന് 10 വർഷത്തിന് ശേഷം എന്താവും? മകൻ്റെ വയസ്സിൻ്റെ 2 ഇരട്ടിയാവും. അതായത് 2 × M+10 ആവും. ക്ലിയർ ആണല്ലോ. ഇനി അച്ഛൻ്റെ വയസ്സ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 5/2M തന്നിട്ടുണ്ട്. അപ്പോൾ 5/2M + 10 = 2M + 20 എന്നാവും. അപ്പോൾ 5/2M - 2M = 10 കിട്ടും. 20 - 10 ഇതെങ്ങനെ വന്നു? 20, ഈ 10 അവിടേക്ക് പോയി. അപ്പോൾ 20 - 10 = 10 ആയിരുന്നു. ഇനി ഇവിടെയോ 5/2 - 2 എത്രയാണ്? അപ്പോൾ ഇതങ്ങനെ ചെയ്യാം. ഈ 2 ഇവിടെ ഗുണിച്ചാൽ 5M - 4M/2 എന്ന് വരും. അതായത് 1/2M = 10 വരും. അപ്പോൾ M = 20 എന്ന് വരും. അപ്പോൾ M എത്രയാണ്? 20. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി നമുക്കിത് ഓപ്ഷനിൽ നിന്ന് എങ്ങനെ ചെയ്യാം? ഓപ്ഷൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അറിയില്ല എന്ന് വെച്ചാൽ നമുക്ക് നേരെ തിരിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് 10 വയസ്സാണ്. 10 വയസ്സ് ഇപ്പോഴാണ്. അപ്പോൾ മകൻ്റെ വയസ്സ് 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ വയസ്സ് എത്രയാണോ? അച്ഛൻ്റെ വയസ്സ് എന്ന് പറയുന്നത് 10/2, 5 × 5 25 ആണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 5:2 ആണല്ലോ. അപ്പോൾ മകന് 10 വയസ്സ് പറഞ്ഞാൽ അതിൻ്റെ പകുതി 5 × മൾട്ടിപ്ലിക്കേഷൻ 25 റേഷ്യോയിലായിരിക്കണം. 25 വയസ്സായിരിക്കണം. ഇനി 10 വർഷത്തിന് ശേഷം എന്താകും? അച്ഛൻ്റെ വയസ്സ് 35 ആവും. മകൻ്റെ വയസ്സോ 20 ആവും. ഇവ തമ്മിലുള്ള റേഷ്യോ എന്താ വരേണ്ടത്? 2:1 ആണ് വരേണ്ടത്. അത് അങ്ങനെ ആവുന്നുണ്ടോ? ആവുന്നില്ല. ഇവിടെ 20 ആണ് വെച്ചാൽ അച്ഛൻ്റെ വയസ്സ് ശരിക്കും 40 ആവുകയാണ് വേണ്ടത്. അത് ടാലി ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആൻസർ തെറ്റാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇനി നമ്മൾ നേരെ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകും. രണ്ടാമത്തെ ഓപ്ഷനിൽ എത്രയാണ്?
തന്നിരിക്കുന്നത് മകൻ്റെ വയസ്സ് 20 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട് അച്ഛൻ്റെയും മകൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 5:2 ആണ്. അപ്പം ഒരു റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അതിൻ്റെ 5 റേഷ്യോ എടുക്കുമ്പോൾ 50 ആവും. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് 50 ആണ്, മകൻ്റെ വയസ്സ് 20 ആണ്. ഇനി 10 വർഷത്തിന് ശേഷം എന്താവും? 10 വർഷത്തിന് ശേഷം മകൻ്റെ വയസ്സ് 30 ആകും, അച്ഛൻ്റെ വയസ്സ് 60 ആകും. അപ്പോൾ 30ൻ്റെ ഇരട്ടിയാണ് 60. 10 വർഷത്തിന് ശേഷം 2:1 എന്നുള്ള റേഷ്യോ ആണ് വേണ്ടത്. അത് സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ ഓപ്ഷനും കൂടി നമുക്ക് നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് മകൻ്റെ വയസ്സ് 30 ആണ്. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് എത്രയാണ്? 30/2 എത്ര വരും? 15 വരും. 15 × 5 എത്രയാണ്? 75 വരും. ഇനി 10 വർഷത്തിന് ശേഷം എന്താ? മകൻ്റെ വയസ്സ് 40 ആകും, അച്ഛൻ്റെ വയസ്സോ 85 ആകും. 40ൻ്റെ ഇരട്ടി എത്രയാണ്? 80 ആണ് ആവേണ്ടത്. അതിനേക്കാൾ കൂടുതലുണ്ട്. ഇവർ ടാലി ആവുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ സിയും തെറ്റാണ്. ഇങ്ങനെ തന്നെ നമുക്ക് ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അടുത്തത് 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നന്ദുവിൻ്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും നന്ദുവിൻ്റെ സ്ഥാനം എത്രയാണ്? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നമ്മുടെ വിരലെടുക്കുക. നമുക്ക് ഡൗട്ട് ഉണ്ട് വെച്ചാൽ അപ്പം തന്നെ നമ്മൾ ചൂണ്ട് വിരലെടുക്കുക, പിന്നെ മിഡിൽ ഫിംഗർ, പിന്നെ റിംഗ് ഫിംഗർ, പിന്നെ ചെറുവിരൽ നമ്മുടെ കൈയുടെ അതേ ഷേപ്പ് എടുക്കുക. ഈ 4 വിരൽ മാത്രം എടുക്കുക. 5ാം തള്ളവിരൽ ഇപ്പം നമുക്ക് എടുക്കണം. അപ്പോൾ ഈ റിംഗ് ഫിംഗറിൻ്റെ പൊസിഷന് ഫ്രണ്ടിൽ നിന്നും എത്രയാണ്? അതായത് നമ്മുടെ ചൂണ്ടുവിരലിൽ നിന്നും എത്രയാണ്? 3 ആണ്. അതേസമയം നമ്മുടെ അവസാനത്തിൽ നിന്നും അതായത് ചെറുവിരലിൽ നിന്നും എത്രാമത്തെ പൊസിഷനാണ്? 2 ആണ്. അപ്പോൾ നമ്മൾ കൂട്ടിയാൽ എത്രയാണ്? 5 ആണ് വരിക. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്ന വിരലുകൾ എത്രയാണ്? 4 എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 - 1 അല്ലേ 4 എന്ന് പറയുന്നത്. പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്യൂവിൻ്റെ മുന്നിൽ നിന്നും എക്സ് പൊസിഷനാണ്, അതേപോലെ പിന്നിൽ നിന്നും വൈ പൊസിഷനാണ് വയ്ക്കുക. അപ്പോൾ x + y - 1 ആയിരിക്കും ആ ടോട്ടൽ ക്യൂവിലെ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു ക്യൂവിൽ എക്സ് പൊസിഷനിലാണ് ഒരു വ്യക്തി എന്ന് വയ്ക്കുക, മുന്നിൽ നിന്നും എക്സ് പൊസിഷനിലാണ് ഒരു വ്യക്തി വയ്ക്കുക, അതുപോലെ പിന്നിൽ നിന്നും വൈ പൊസിഷനിലാണ് ഒരു വ്യക്തി വിചാരിക്കുക. അവ തമ്മിൽ കൂട്ടിയിട്ട് 1 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ ക്യൂവിലെ മൊത്തം ആളുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ ഇതിൽ പറഞ്ഞ പ്രകാരം എന്താണ്? ഒരു ക്ലാസ്സിൽ നന്ദുവിൻ്റെ റാങ്ക് എത്രയാണ്? 20ാമത്തെയാണ്. അവസാനമുള്ള റാങ്ക് എത്രയാണ്? ബാക്കിൽ നിന്നും എത്രാമത്തെ റാങ്കാണ്? അറിയില്ല. x - 1 ചെയ്താൽ എത്ര കിട്ടണം? ടോട്ടൽ ക്ലാസ്സിലെ എണ്ണങ്ങളുടെ എണ്ണം കിട്ടണം. എത്രയാണ്? 50 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ എത്ര കിട്ടും? x = 31 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവയിലെ വ്യത്യസ്തനാര്? പരുത്തി, ടെർലിൻ, കമ്പിളി, പട്ട്. അപ്പോൾ ഇതിലെ ഓപ്ഷൻ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. പരുത്തി, കമ്പിളി, പട്ട് ഇവയെല്ലാം പ്രകൃതിദത്തമായ നാരുകളാണ്. അതേസമയം ടെർലിൻ എന്ന് പറയുന്നത് കൃത്രിമമായ നാരാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ പദം ഏതാണ്? ഓപ്ഷൻ എ ടോർച്ച്, ഓപ്ഷൻ ബി ഫോൺ, ഓപ്ഷൻ സി ബാറ്ററി, ഓപ്ഷൻ ഡി റേഡിയോ. അപ്പോൾ ഇതെല്ലാം അറിയാം. ടോർച്ച്, ഫോണ്, റേഡിയോ ഇവ ഒരു ഉപകരണമാണ്. ഇവ എന്തിനുപയോഗിക്കുന്നത്? ഇവ നമുക്ക് ഒരു ഔട്ട്പുട്ട് തരുന്നുണ്ട്. ടോർച്ച് വെച്ച് നമുക്ക് എന്ത് കാണാം? ലൈറ്റ് ഇടാം. ഫോൺ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. റേഡിയോ നമുക്ക് ഓഡിയോ ആയിട്ടുള്ള സന്ദേശങ്ങൾ തരുന്നു. ബാറ്ററി എന്ന് പറയുന്നത് എന്താണ്? ബാറ്ററി നമ്മൾ ഇവയെല്ലാം ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. ബാറ്ററി ഡയറക്റ്റ് ആയിട്ടല്ല, ബാറ്ററി നമ്മൾ ഇവയെല്ലാം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ബാറ്ററി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ്, ഈ ബാറ്ററിയാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായ പദം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.